അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് വിശുദ്ധമായ ഖുർആൻ ഉണർത്തുകയായി. വിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ് വിശുദ്ധമായ റമദാൻ എന്ന് ഖുർആനിൽ കൂടി നമ്മെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ആ വിശുദ്ധമായ ഖുർആൻ റമദാനിൽ മറ്റ് മാസങ്ങളിലും ദിവസങ്ങളിലും ഓതുന്നതിനേക്കാൾ കൂടുതലായി നാം ഓതേണ്ടതുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളിലും ധാരാളമായി ഖുർആൻ ഓതണം. അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എങ്കിലും വിശുദ്ധമായ ഖുർആൻ റമദാനിൽ ഓതുന്നതിന് ഒരുപാട് പവിത്രതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും ധാരാളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഒരക്ഷരത്തിന് വിശുദ്ധമായ ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ ആ മനുഷ്യന് 10 പ്രതിഫലമാണ് നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഖത്തം ഒരു മനുഷ്യൻ ഓതി പൂർത്തീകരിക്കുമ്പോൾ 10 ഖത്തം ഓതിയതിന്റെ കൂലിയാണ് കിട്ടുന്നത്. അത്രത്തോളം മഹാത്മ്യത ഉള്ളതായ ഒന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം. പള്ളിയിൽ ഒരു വിഭാഗം ആൾക്കാർ ഒരുമിച്ച് കൂടുകയും വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് അത് ദർസ് നടത്തി അഥവാ അത് ചർച്ച നടത്തി ജനങ്ങൾക്ക് പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു സമൂഹം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് ശാന്തിയും അവൻ്റെതായ കാരുണ്യവും അതുപോലെ തന്നെ മാലാഖമാരുടേതായ ചിറകിന്റെ തണലും ആ മനുഷ്യന് ലഭ്യമാകും. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ നിലകൊള്ളുന്നതായ മാലാഖമാരോട് ആ മനുഷ്യന്മാരെ സംബന്ധിച്ച് വളരെ മഹത്വപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധമായ ഖുർആനിന്റെ മഹാത്മ്യത അതാണ്. ഇനി നമുക്കറിയാം ധാരാളം ഹദീസുകൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ അടുക്കിലേക്ക് ഒരവസരം കടന്നു വരികയാണ്. ആ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് നാളെ ബുത്ഹാ ചന്തയിൽ അല്ലെങ്കിൽ അതീഖ് ചന്തയിൽ പോയിട്ട് തടിച്ചു കൊഴുത്ത ഒരു ഒട്ടകത്തെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ 2 ഒട്ടകത്തെ വാങ്ങിച്ചു കൊണ്ടുവരാൻ തയ്യാറുള്ളത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വളരെ ആശ്ചര്യത്തോടെ വളരെ താല്പര്യത്തോടു കൂടി പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി തയ്യാറാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞത്, എന്നാൽ അതിനേക്കാളും നല്ലൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പള്ളിയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് വിശുദ്ധമായ ഖുർആനിൽ നിന്നും 2 ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യുക. ആ 2 ആയത്ത് പാരായണം ചെയ്യലാകട്ടെ 2 തടിച്ചു കൊഴുത്ത ഒട്ടകത്തെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതിനേക്കാളും മഹത്വമാണ്. അല്ലെങ്കിൽ നിങ്ങൾ 3 ആയത്ത് പാരായണം ചെയ്യുക. ആ 3 ആയത്ത് പാരായണം ചെയ്യുന്നത് 3 തടിച്ചു കൊഴുത്ത ഒട്ടകത്തെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതിനേക്കാളും മഹത്തരമാണ്. 4 ആയത്ത് പാരായണം ചെയ്യുന്നത് 4 ഒട്ടകത്തെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതിനേക്കാളും ഏറ്റവും മഹത്തരമുള്ളതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മഹാത്മ്യത നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയും ധാരാളം ഹദീസുകൾ കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതായ മുഅ്മിനായ മനുഷ്യന്റെ ഉപമ അതാകട്ടെ മധുര നാരങ്ങ പോലെയാണ്. കാരണം എന്താണ്? ആ മധുര നാരങ്ങയ്ക്ക് മണമുണ്ട്, രുചിയുണ്ട്. ആ മണം പരിസരത്തുള്ളതായ വ്യക്തികളിലേക്ക് എത്തുന്നതാണ്. ആ രുചിയാകട്ടെ കഴിക്കുന്ന മനുഷ്യന് ആസ്വദിക്കാനും കഴിയും. ഇതുപോലെയാണ് മുഅ്മിനായ ഒരു മനുഷ്യന്റെ അവസ്ഥ. ആ മുഅ്മിനായ മനുഷ്യൻ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളതായ ജനങ്ങളിലേക്കും അതിൻ്റെ മാധുര്യമെത്തും. എനിക്കും അതുപോലെ പാരായണം ചെയ്യണം, എനിക്കും അതുപോലെ ആകണമെന്ന് മനുഷ്യരെ ആകർഷിപ്പിക്കാൻ കഴിയുന്നതായ ഒന്നാണ്. എന്ന് മാത്രമല്ല, പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റെ എല്ലാവിധമായ ഗുണങ്ങളും ലഭ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവൻ്റെ ഉപമ മധുര നാരങ്ങ പോലെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രണ്ടാമതൊരു വിഭാഗമുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാത്തതായ മുഅ്മിനായ മനുഷ്യൻ. ആ മനുഷ്യൻ മുഅ്മിനാണ്, പക്ഷേ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. ആ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് കാരക്ക പോലെയാണ്. ആ കാരക്ക കഴിക്കുമ്പോൾ കഴിക്കുന്നതായ വ്യക്തിക്ക് എല്ലാവിധമായ ആസ്വാദനങ്ങളും ലഭ്യമാണ്. മധുരമുണ്ട്, രുചിയുണ്ട്. ആ മനുഷ്യന് അതിൻ്റെ സുഖം ആസ്വദിക്കാൻ കഴിയും. പക്ഷേ മറ്റുള്ളവർക്ക് അതിൻ്റെ യാതൊരുവിധമായ ഗുണവും ലഭ്യമാകുന്നില്ല. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ. അവൻ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുമ്പോൾ ഈമാനിൻ്റെ എല്ലാവിധമായ മാധുര്യങ്ങളും അവന് ലഭ്യമാകുന്നു എങ്കിൽ പോലും മറ്റു മനുഷ്യന്മാരിലേക്ക് അവനിൽ നിന്നും യാതൊരുവിധമായ ഗുണവും എത്തുന്നില്ല. മൂന്നാമതൊരു വിഭാഗമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതായ മുനാഫിഖായ മനുഷ്യൻ. ആ മുനാഫിഖായ മനുഷ്യന്റെ ഉപമ റൈഹാന പുഷ്പം പോലെയാകുന്നു. ആ റൈഹാന പുഷ്പത്തിന് വാസനയുണ്ട്, സുഗന്ധമുണ്ട്. അത് മറ്റുള്ളവരിലേക്ക്
ലഭിക്കുകയും അവർക്കത് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷെ സ്വന്തം നിലയ്ക്ക് ആ വ്യക്തിക്ക് അതൊരു വിധമായ ഗുണവുമില്ല. ആ റൈഹാന പുഷ്പം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കയ്പായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെതായ രുചി കയ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുനാഫിക്കായ മനുഷ്യന് സ്വന്തം നിലയ്ക്ക് ഉപയോഗപ്പെടുന്നില്ല, മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടുകയാണ്. ഇതാണ് മൂന്നാമതൊരു വിഭാഗം. നാലാമതൊരു വിഭാഗമാകട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഖുർആൻ പാരായണം ചെയ്യാത്തതായ മുഅ്മിനായ മനുഷ്യൻ അത് ആട്ടങ്ങ പോലെയാണ്. ആർക്കും യാതൊരു വിധമായ ഗുണവുമില്ല, ദോഷമല്ലാതെ മറ്റൊന്നുമില്ല. ആ മനുഷ്യനും ഗുണം ലഭിക്കുന്നില്ല, മറ്റുള്ളവർക്കും ഗുണം ലഭിക്കുന്നില്ല. ഇതാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ മഹാത്മ്യത. ഒരു മനുഷ്യനെ ഖുർആൻ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് കാരണമായി തീരും. അതെ, ആ വിശുദ്ധമായ ഖുർആൻ തന്നെ നരകത്തിലേക്കും കൊണ്ടെത്തിക്കുന്നതിന് കാരണമാകും. അതെങ്ങനെയാണ് കാരണമാകുന്നത്? വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിലേക്ക് പോകാനും, വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തതായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്ക് പോകുന്നതിനും അത് വഴിതെളിക്കുന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വിശുദ്ധമായ ഖുർആൻ നാളെ ആഖിറത്തിൽ ആ മനുഷ്യന് വേണ്ടി ശഫാഅത്ത് ചെയ്യും. വിശുദ്ധമായ നോമ്പും വിശുദ്ധമായ ഖുർആനും ശഫാഅത്ത് ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മഹാത്മ്യത വളരെ വലുതാണ്. എങ്ങനെയാണ് ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, ഈ മനുഷ്യൻ എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ ഉറക്കമുളച്ചവനാണ്, ആയതുകൊണ്ട് ഈ മനുഷ്യന് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യുന്നു, നീ സ്വീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിശുദ്ധമായ ഖുർആൻ ശഫാഅത്ത് ചെയ്യുമ്പോൾ ആ ശഫാഅത്തിൽ നമുക്ക് എല്ലാവർക്കും ഉൾപ്പെടാൻ സാധ്യമാകണം. വിശുദ്ധമായ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം. ഓരോ അക്ഷരങ്ങൾക്കും 10 മടങ്ങ് പ്രതിഫലമാണ് നൽകുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടേതായ ഭരണഘടനയായ മുസ്ലിം സമൂഹത്തിൻ്റെ ഭരണഘടനയായ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പഠിപ്പിക്കുന്ന എ മുതൽ ഇസഡ് വരെയുള്ള സർവ്വ കാര്യങ്ങളെയും പ്രതിപാദിക്കുന്ന ആ വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ എല്ലാവിധമായ മഹാത്മ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറത്തിൽ വിശുദ്ധമായ ഖുർആൻ ശഫാഅത്ത് ചെയ്യപ്പെടുന്നവരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.